ദേശാഭിമാനി മുഖപ്രസംഗം 2024 മെയ് 1. വിദ്വേഷ പ്രചാരണം തീവ്രമാക്കി സംഘപരിവാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റു സംഘപരിവാർ നേതാക്കളും വർഗീയ പ്രചാരണം കൂടുതൽ തീവ്രമാക്കുകയാണ്. ആദ്യ 2 ഘട്ടം പോളിംഗിലുണ്ടായ കുറവും മഹാരാഷ്ട്ര, ബീഹാർ, കർണാടകം എന്നിവിടങ്ങളിൽ BJPക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന റിപ്പോർട്ടുകളുമാണ് പൂർണ്ണമായും വർഗീയതയിലേക്ക് വഴിമാറാൻ മോദിയെയും സംഘത്തെയും പ്രേരിപ്പിക്കുന്നത്. എത്ര പരാതി ലഭിച്ചാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കില്ലെന്ന ധൈര്യത്തിലാണ് വോട്ട് ലക്ഷ്യമിട്ടുള്ള സംഘപരിവാറിന്റെ ധ്രുവീകരണ നീക്കങ്ങൾ. ഏപ്രിൽ 21 രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ നടത്തിയ പ്രസംഗത്തോടെയാണ് തീവ്ര വർഗീയ വിഷഞ്ചേറ്റത്തിന് മോദി തുടക്കമിട്ടത്. പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മ അധികാരത്തിലെത്തിയാൽ ഹിന്ദുക്കളുടെ സ്വത്തുക്കളെല്ലാം കവർന്നെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നാണ് ബൻസ്വാഡയിൽ മോദി പറഞ്ഞത്. ഇത് തുടർന്ന് പലതരത്തിൽ ആവർത്തിച്ചു. ഹിന്ദു സ്ത്രീകളുടെ താലിമാലയിൽ പോലും അവർ കൈവെക്കും. പിന്നാക്കക്കാരുടെ സംവരണം വെട്ടിക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് കൈമാറും. പിന്നാക്ക വിഭാഗക്കാരുടെ കുടുംബത്തിൽ 2 പേർക്ക് ജോലിയുണ്ടെങ്കിൽ അതിലൊന്ന് മുസ്ലിങ്ങൾക്ക് കൈമാറും തുടങ്ങിയ പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയാൻ മോദി ഒരു മടിയും കാട്ടിയില്ല. ഹിന്ദു രാജാക്കന്മാരെ പ്രതിപക്ഷ നേതാക്കൾ ഇകഴ്ത്തിയെന്നാണ് കർണാടകത്തിലെ ബലഗാവിയിൽ മോദി പറഞ്ഞത്. കോൺഗ്രസിന്റെ രാജകുമാരൻ ഛത്രപതി ശിവജിയെയും റാണി ചിന്നമ്മയും അവഹേളിക്കുകയും ഔറംഗസേബിനെ പ്രകീർത്തിക്കുകയും ചെയ്തെന്ന് മോദി ആരോപിച്ചു. ക്ഷേത്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും തകർക്കുകയും കൊള്ളയടിക്കുകയും നമ്മുടെ ആളുകളെയും പശുക്കളെയും കൊല്ലുകയും ചെയ്തവരെ കോൺഗ്രസ് പ്രകീർത്തിക്കുകയും ഒപ്പം കൂട്ടുകയുമാണെന്ന് മോദി ലജ്ജയില്ലാതെ പറഞ്ഞു. വർഗീയ ജൽപ്പനങ്ങൾ എന്തടിസ്ഥാനത്തിലാണെന്ന ഒരു വിശദീകരണത്തിനും പ്രധാനമന്ത്രി മെനക്കെടുന്നില്ല. പ്രതിപക്ഷ പാർട്ടികളുടെ പ്രകടന പത്രികയെ വളച്ചൊടിച്ചാണ് മോദിയുടെ നുണപ്രചാരണം. പ്രതിപക്ഷം അധികാരത്തിലെത്തിയാൽ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൈമാറുമെന്നും പ്രചരിപ്പിക്കുന്നു. തീവ്ര വർഗീയതയ്ക്ക് മോദി തന്നെ തുടക്കമിട്ടതോടെ അമിത്ഷാ, യോഗി ആദിത്യനാഥ്, ഹിമന്ത ബിശ്വ ശർമ്മ, അനുരാഗ് ഠാക്കൂർ തുടങ്ങിയ മറ്റ് BJP നേതാക്കളും ധ്രുവീകരണ പ്രചാരണം തീവ്രമാക്കി. പ്രതിപക്ഷ കൂട്ടായ്മ അധികാരത്തിലെത്തിയാൽ ശരിയത്ത് നിയമം നടപ്പാക്കുമെന്നാണ് അമിത്ഷാ തട്ടിവിട്ടത്. പശുമാംസം കഴിക്കുന്നത് പ്രതിപക്ഷം അവകാശമാക്കുമെന്നായിരുന്നു യോഗി ആദിത്യനാഥിൻ്റെ ആക്രോശം. മോദിയുടെ വർഗീയ പരാമർശങ്ങൾ ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ബൻസ്വാഡ പ്രസംഗത്തിന് പിന്നാലെ തന്നെ CPIM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പരാതിപ്പെട്ടിരുന്നു. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദാകാരൻ ഡൽഹി പോലീസിനും പരാതി നൽകി. മോദിയുടെ പരാമർശങ്ങൾ ചട്ടലംഘനമാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ കമ്മീഷനും ബോധ്യപ്പെടേണ്ടതാണ്. എന്നാൽ വിചിത്രമായ നിലപാടാണ് കമ്മീഷൻ സ്വീകരിച്ചത്. മോദിക്ക് നോട്ടീസ് നൽകേണ്ടതിന് പകരം BJP പ്രസിഡന്റ് JP നഡ്ഡയ്ക്കാണ് നോട്ടീസ് അയച്ചത്. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ചില പരാമർശങ്ങളുടെ പേരിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും നോട്ടീസ് നൽകി. താരപ്രചാരകർ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളുടെ ഉത്തരവാദിത്തം ബന്ധപ്പെട്ട പാർട്ടികൾക്കാണെന്ന വ്യാഖ്യാനത്തോടെയാണ് നഡ്ഡയ്ക്കും ഖാർഗെയ്ക്കും നോട്ടീസ് അയച്ചത്. നോട്ടീസിൽ മോദിയുടെ പേര് പോലും കമ്മീഷൻ പരാമർശിച്ചില്ല. പകരം CPIM അടക്കമുള്ള പാർട്ടികൾ നൽകിയ പരാതികളുടെ പകർപ്പുകൾ വയ്ക്കുകയാണ് ഉണ്ടായത്. ഏപ്രിൽ 29 മറുപടി നൽകാനായിരുന്നു നഡ്ഡയോടും ഖാർഗെയോടും കമ്മീഷൻ ആവശ്യപ്പെട്ടത്. മറുപടി ലഭിച്ചോ എന്ന് കമ്മീഷൻ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. മോദിക്കെതിരായി ഒരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. 2019 മുതൽ വിവിധ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ചട്ടലംഘനം കാട്ടിയതിന് മോദിക്കെതിരായി 27 പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിരുന്നു. ഒന്നിൽ പോലും നടപടിയുണ്ടായില്ല. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ നിസ്സാര പരാതികളിൽ പോലും തിടുക്കത്തിൽ നടപടിയിലേക്ക് നീങ്ങുന്ന കമ്മീഷൻ മോദിക്കും മറ്റ് BJP നേതാക്കൾക്കുമെതിരായ പരാതികളിൽ കണ്ണടയ്ക്കുകയാണ്. ചട്ടലംഘനമുണ്ടായാൽ എത്ര ഉന്നത നേതാവായാലും മുഖം നോക്കാത്ത നടപടി ഉണ്ടാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനായി വിളിച്ച വാർത്താസമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞത്. വർഗീയ വിദ്വേഷം പടർത്തുകയെന്ന കടുത്ത ചട്ടലംഘനമുണ്ടായിട്ടും മോദി അടക്കമുള്ള BJP നേതാക്കളുടെ മുഖത്തേക്ക് കമ്മീഷന്റെ നോട്ടം പതിയുന്നേയില്ല.